വയനാട് കൽപ്പറ്റ മുണ്ടേരിയിൽ ഒരു ചിൽഡ്രൻസ് പാർക്കുണ്ട്. കൊട്ടിയാഘോഷിച്ച് ഉദ്ഘാടനം നടത്തിയ ശേഷം പാർക്ക് ഇപ്പോൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ്. ഇത് വീണ്ടും ശരിയാക്കിയെടുക്കാനുള്ള ശ്രമവും പാതിവഴിയിൽ തന്നെ. കുടിശ്ശിക അടയ്ക്കാത്തത് മൂലം വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതാണ് നവീകരണം പാതിവഴിയിൽ നിലയ്ക്കാൻ കാരണമായത് എന്നാണ് ഉയരുന്ന ഒരു ആരോപണം. റിപ്പോർട്ട് കാണാം. 2023 മെയ് മാസത്തിലാണ് പാർക്കിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ഇതിനുശേഷം നവീകരണ പദ്ധതി പാതി വഴിയിൽ നിലച്ചു. കഴിഞ്ഞ ഫെബ്രുവരിയിൽ നവീകരണത്തിനായി വീണ്ടും കരാർ നൽകി. ഈ പദ്ധതിയും പാതി വഴിയിൽ തന്നെ നിൽക്കുകയാണ്. 25 ലക്ഷം രൂപ CFC ഫണ്ട് ഉപയോഗിച്ചാണ് 2 വർഷം മുമ്പ് പാർക്ക് നവീകരിച്ചത്. MLA ഫണ്ടിൽ നിന്ന് 10 ലക്ഷം രൂപ മുടക്കി പാർക്കിനുള്ളിൽ LED ബൾബുകൾ അടക്കം സ്ഥാപിച്ചു. ഓപ്പൺ ജിമ്മിനായി നഗരസഭ 5 ലക്ഷം രൂപ മാറ്റിവെച്ചുവെങ്കിലും തുടർ നടപടികളൊന്നും ഉണ്ടായില്ല. ടൂറിസം വകുപ്പുമായി ചേർന്ന് പാർക്ക് നവീകരിക്കാനുള്ള നടപടികൾ തുടങ്ങിയെങ്കിലും എങ്ങുമെത്തിയില്ല. നവീകരണത്തിനായി കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് വീണ്ടും കരാർ നൽകിയത്. സ്റ്റേജ് നവീകരണമടക്കമുള്ള പ്രവൃത്തികൾ തുടങ്ങിയെങ്കിലും മുൻ കുടിശ്ശിക ഉള്ളതിനാൽ KSEB വൈദ്യുതി വിച്ഛേദിച്ചു. ഇതോടെ പദ്ധതി വീണ്ടും പാതി വഴിയിൽ. നവീകരണത്തിനടക്കം കരാറുകാരന് ചെലവായ തുകയും നഷ്ടമായി. ശരിയായ രീതിയിൽ ഫോറസ്റ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിലുള്ള സാധനമായിരുന്നു വർഷങ്ങളായി. അതിനുശേഷമാണ് മുനിസിപ്പാലിറ്റി ഏറ്റെടുക്കുകയും മുനിസിപ്പാലിറ്റി ഏറ്റെടുത്തതിന് ശേഷമാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങുകയും ചെയ്തത്. ഏകദേശം 1 കോടിയിലേറെ രൂപ ചെലവഴിച്ച് നിർമ്മിച്ച പാർക്കിൻ്റെ ഇന്നത്തെ അവസ്ഥ പരമദയനീയമാണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ മറ്റു പല പദ്ധതികളും ഇതിൻ്റെ കൂടെ ആസൂത്രണം ചെയ്താണ്. എന്നാൽ എന്തുകൊണ്ടോ നഗരസഭയുടെ കെടുകാര്യസ്ഥത കൊണ്ട് ആ പദ്ധതികളൊന്നും നടപ്പാകാതെ പോവുകയും ഇപ്പോൾ ഈ രീതിയിലാണ് പാർക്കിൻ്റെ അവസ്ഥയുള്ളത്. അപ്പോൾ ഈ രീതിയിൽ പാർക്കിൻ്റെ അവസ്ഥയുള്ളതിനെ പറ്റി നിരന്തരം കൗൺസിലിൽ വാദങ്ങൾ ഉന്നയിക്കുകയും എന്നാൽ അത് നടത്താമെന്ന് പറയുകയല്ലാതെ യാതൊരു വിധത്തിലുള്ള ഒരു പരിഹാരവും കണ്ടെത്താൻ കൽപ്പറ്റ നഗരത്തിൽ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. മുണ്ടേരിയിലെയും പരിസര പ്രദേശങ്ങളിലെയും വിരലിൽ എണ്ണാവുന്നവർ എത്തുന്നതൊഴിച്ചാൽ പാർക്ക് ഇപ്പോൾ തീർത്തും അനാഥമാണ്. രാത്രി ഒരു 10 മണി കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര ശല്യമാണ്. കാരണം ഡ്രഗ്സും അങ്ങനെ പല പരിപാടികളും ഇവിടെ ഉണ്ട്. ആദ്യം ഞാൻ പോലീസിനോട് കംപ്ലൈൻ്റ് ഒക്കെ ചെയ്ത് അവരൊക്കെ വന്ന് എൻക്വയറി ഒക്കെ ചെയ്യലുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ആരും പരിചയക്കാരായ പോലീസുകാരും ഇല്ലാത്തതുകൊണ്ട് ആരും വരലുമില്ല. ബാക്കി ഒരു 1 മണി 2 മണി സമയത്തൊക്കെ ഇവിടെ ഫുൾ ബഹളവും ഇതൊക്കെയാണ്. ആരും ഇങ്ങോട്ട് ഇറങ്ങി നോക്കാറുമില്ല. ഞങ്ങൾക്കൊക്കെ ഭയങ്കര ശല്യമാണ് തന്നെ. ആരും തിരിഞ്ഞു നോക്കാൻ ഇല്ലാത്ത സ്ഥിതിയിൽ പാർക്ക് നിലവിൽ സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമാവുകയാണ്. ശൗചാലയം, വാഷ് ബേസ്, വാതിൽ എന്നിവയെല്ലാം കേടുപാടുകൾ വരുത്തിയ നിലയിലാണ്. പലയിടത്തും പൊന്തക്കാടുകൾ നിറഞ്ഞിരിക്കുന്നു. മുണ്ടേരിയിലെ പാർക്കിനായി ഇതുവരെ ചിലവഴിച്ചത് 1 കോടിയോളം രൂപയാണ്. എന്നിട്ടും നവീകരണ പ്രവൃത്തികൾ എങ്ങുമെത്തിയില്ല. ദിവസം ചെല്ലുന്തോറും പാർക്ക് കൂടുതൽ ശോചനീയമായ സ്ഥിതിയിലേക്ക് നീങ്ങുകയാണ്. നിർമ്മാണ പ്രവൃത്തികൾ വേഗത്തിലാക്കി പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കണമെന്നുള്ള ആവശ്യമാണ് ഉയരുന്നത്. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. ഇക്കഴിഞ്ഞ വേനലവധിക്കാലത്ത് കുട്ടികൾ കളിച്ച് ഉല്ലസിച്ച് രസിക്കേണ്ട ഒരു ചിൽഡ്രൻസ് പാർക്കിന്റെ ദുരവസ്ഥയാണ് നമ്മൾ കണ്ടത്. വയനാട് കൽപ്പറ്റയിലെ മുണ്ടേരിയിലെ പാർക്ക് 1 കോടി രൂപ ചെലവഴിച്ചിട്ടുള്ള പാർക്കിന്റെ ഈ അവസ്ഥ നമ്മളെ വേദനിപ്പിക്കുന്നത് കൂടിയാണ്. അനാഥമായ അവസ്ഥയിലാണ് ആ പാർക്കുള്ളത്. അതുകൊണ്ട് സാമൂഹ്യ വിരുദ്ധരുടെ ഒരു താവളമായി ഈ പാർക്ക് മാറിയിട്ടുണ്ടെന്ന പരാതി നാട്ടുകാർക്കുണ്ട്. ഒഴിവ് സമയങ്ങളിൽ ആനന്ദകരമാക്കുവാൻ കുടുംബങ്ങൾക്കും കുട്ടികൾക്കും വിനോദത്തിന്റെ സാധ്യതകൾ ഒരുക്കി തയ്യാറാക്കിയ ഒരു പാർക്ക്, അതിന്റെ നവീകരണം ഉടൻ പൂർത്തിയാക്കണം എന്നത് നാട്ടുകാരുടെ പൊതുവായിട്ടുള്ള ആവശ്യമായി മാറിയിരിക്കുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 പദ്ധതികളാണ് മാലിന്യമുക്ത നവകേരളവും അതുപോലെ തന്നെ ലഹരിമുക്ത കേരളവും. ഈ 2 രീതിയിലുള്ള ആളുകൾക്ക് ഉപയോഗപ്പെടുന്ന രീതിയിലാണ് ഈ പാർക്കിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഇപ്പം മാലിന്യമുക്ത നിങ്ങൾക്ക് ഇവിടെയൊക്കെ നോക്കിയാൽ കാണാം, നിറയെ പ്ലാസ്റ്റിക്കും മാലിന്യമായിട്ട് നിറഞ്ഞു കിടക്കുകയാണ്. മറ്റൊന്ന് ലഹരിമുക്ത. ഈ 2 സംസ്ഥാന സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട 2 പദ്ധതികളെ വേണ്ട എല്ലാ സഹായവും ചെയ്യുന്ന രീതിയിലാണ് ഈ പാർക്കിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. സോഷ്യൽ ഫോറസ്റ്റ് ചെയ്ത് മുനിസിപ്പാലിറ്റി കൈമാറുകയും അതിന് വർഷങ്ങളായിട്ട് ഇതിന് ഓരോ മെയിൻ്റെനൻസ് നടത്താമെന്ന് പറയുകയും ഇപ്പോൾ ഇവിടെ കാട് മൂടി ഇഴജന്തുക്കളും അതേപോലെ കുട്ടികൾ കളിക്കാൻ വരുന്നുണ്ട്. പാർക്കിൻ്റെ അവസ്ഥ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. അത്രയും വളരെ മോശമായിട്ടുള്ള, അതായത് മുനിസിപ്പാലിറ്റി ഒരു തരത്തിലും ഇത്ര കാലമായിട്ടും ഒരു തരത്തിലും ഇതിന് മെയിൻറ്റെയിൻ ചെയ്യാൻ വർക്ക് ചെയ്യാനോ മറ്റു കാര്യങ്ങൾക്കോ വേണ്ടി അവർ തുനിയുന്നില്ല എന്നുള്ളത് വലിയ ഖേദകരമായിട്ടുള്ള കാര്യമാണ്. ഇവിടുത്തെ അവസ്ഥ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയില്ല. കാരണം ഇതുണ്ടല്ലേ, ചെറിയ മക്കളിങ്ങനെ കളിക്കാനൊക്കെ വരുമ്പോൾ ഫുള്ള് കാട് പിടിച്ച് കിടക്കുന്നത്. പിന്നെ 1-2 ഊഞ്ഞാലെന്നെ ഉള്ളൂ. പിന്നെ പാർക്ക് എന്ന് പറയുമ്പോൾ അതിൻ്റേതായ കുറേ ഇത് കാണണ്ടേ. ഇതിപ്പോൾ എന്താ പറയുക, 1-2 ഊഞ്ഞാലും ഉണ്ട്. പിന്നെ ഈ കാടുകളൊക്കെ ഒന്ന് വെട്ടിത്തെളിച്ചിട്ടുണ്ടെങ്കിൽ വല്ല ജന്തുക്കളൊക്കെ വന്നാണ് കുട്ടികളും മക്കളും, ഇത് ചെറിയ മക്കളല്ലേ ഇവിടെ വന്ന് കളിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് പിന്നെ അതൊന്ന് നല്ലൊരു പാർക്കാക്കിയിട്ട് ഇതൊക്കെ ആണെങ്കിൽ ഏറ്റവും നല്ലതല്ലേ. ഈ വെക്കേഷൻ ടൈമിലൊക്കെ ഒരുപാട് കുട്ടികൾ, ഈ പ്രദേശത്തുള്ള ഒരുപാട് മക്കൾ വന്ന് കളിക്കുന്ന ഒരു പാർക്കാണ്. ഈ പാർക്കിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം കാട് കയറിയിട്ട്
കിടക്കുകയാണ്. എല്ലാ ചുറ്റുപാടും കാട് കയറി കിടക്കുകയാണ് പാർക്കിൻ്റെ അവസ്ഥ. പാമ്പും കാര്യങ്ങളൊക്കെ ഇഴജന്തുക്കളും കാര്യങ്ങളൊക്കെ കാണപ്പെടാറുണ്ട്. ഏതെങ്കിലും മക്കൾക്ക് എന്തെങ്കിലും രീതിയിൽ ഒരു പാമ്പ് കടിയേക്കോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ആ ഒരു മക്കളുടെ കുടുംബത്തിന് മാത്രമേ പോവുകയുള്ളൂ. അല്ലാണ്ട് ഈ ഇവിടെയുള്ള ഇതിനായി ബന്ധപ്പെട്ട ആൾക്കാർക്കൊന്നും അതൊരു വിഷയം ഉണ്ടാവില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ പാർക്കിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണം. ഇതൊരു വൃത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട് നഗരസഭ ഒരാളെ നിശ്ചയിക്കുന്നില്ല. നിരവധി ആളുകൾ നമുക്ക് ഈ കൽപ്പറ്റ നഗരസഭ കേന്ദ്രീകരിച്ചിട്ടുള്ള കണ്ടിന്യൂയിങ് ജീവനക്കാരുണ്ട്, അതുപോലെ തന്നെ തൊഴിലുറപ്പ് തൊഴിലാളികളുണ്ട്. ഇവരാരെങ്കിലും വിട്ടിട്ട് ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം ഇതിനൊരാളെ ചാർജ് കൊടുത്തുകൊണ്ട് ഇത് ഏൽപ്പിക്കുകയാണെങ്കിൽ ഈ ജനങ്ങൾക്ക് ഇത് ഉപകാരപ്രദമാകുന്ന രൂപത്തിലേക്കാണ് ഇത് പോവുക. അതിൻ്റെ ഒരു അവസ്ഥ മാറ്റിയെടുക്കണം എന്നാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ. അതാണ് പ്രദേശവാസികൾക്ക് പറയാനുള്ളത്. ഇതൊക്കെ 1 കോടി രൂപ ചെലവഴിച്ച ഒരു പാർക്കിന്റെ അവസ്ഥ അത് എങ്ങനെ മാറ്റിയെടുക്കും എന്നുള്ളത് അധികൃതർ ആലോചിക്കട്ടെ.